അന്ന് ആകാശം ഉണ്ടല്ലോ, മനുഷ്യരില്ലാത്ത കാലത്തും ആകാശവും ഭൂമിയും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ലളിതമായി ചിന്തിക്കാം, മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ്, ഞങ്ങൾ ശ്രീരാമ എന്ന് വിളിക്കുന്നതിന് മുമ്പ്, യേശു ക്രിസ്തുവെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതിന് മുമ്പ്, മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയുന്നതിന് മുമ്പ് ലോകമുണ്ടല്ലോ. അതിനെ ആര് സൃഷ്ടിച്ചു? അവനോടാണ് ഇതെല്ലാം. അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഭൂമി കുലുങ്ങിയ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ഭൂമി കുലുങ്ങിയ ഭൂമിയെ നിയന്ത്രിക്കുന്നവനാരോ അവനോട്. സൂര്യചന്ദ്രന്മാരിൽ നിന്നുള്ള എന്തെങ്കിലും തകരാറ് അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ആരോടാ പറയേണ്ടത്? പടച്ചവനോട്. ഗോളങ്ങൾ മുട്ടിത്തകരും ആരോടാ പറയേണ്ടത്? പ്രപഞ്ചനാഥനോട്. ഇസ്ലാം അത് കണിശമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്ലാം രൂപങ്ങൾ വെച്ച് ആരാധിക്കുകയില്ല, ബിംബത്തെ ആരാധിക്കുകയില്ല, കല്ലിനെ ആരാധിക്കുകയില്ല, മുള്ളിനെ ആരാധിക്കുകയില്ല, മനുഷ്യരെ ആരാധിക്കുകയില്ല, മൃഗങ്ങളെ ആരാധിക്കുകയില്ല, സൂര്യനെ ആരാധിക്കുകയില്ല, ചന്ദ്രനെ ഒരു സൃഷ്ടിയെയും ഇസ്ലാം ആരാധിക്കുന്നില്ല. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് ലോകത്തുള്ള എല്ലാ വേദത്തിലും ഉണ്ടായിരുന്നത്. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേക ആസീത് സതാധാര പൃഥിവിയും ത്യാമുജൈവായ കശ്മീ ജൈവായ ഹവിഷാവിജയമാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ തർക്കിൽ പറയുന്നത്, ഈ ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ നാഥനാരോ അവനാണ് ആരാധ്യൻ. അതാണ് തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പദീം പദീന പരമം പരസ്താദ് വിധാമദേവം ഭുവനേശ്വമേട്യം എന്നാണ്. നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരൊന്നുമല്ല സാക്ഷാൽ ആരാധ്യന്മാർ. നിങ്ങൾ ആരാധിക്കുന്നവരുടെ ആരാധ്യനായ സകല പതികളുടെയും പതിയായ ലോകത്തിന്റെ നാഥനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നാണ് വേദം പറയും. വേദങ്ങളൊക്കെ പറഞ്ഞതും അതാണ്. ബിംബാരാധന നടത്താൻ വേദങ്ങൾ പറയണില്ല. അതൊക്കെ പിൽക്കാലത്ത് മനുഷ്യരുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഖബറാരാധന, ബിംബാരാധന, ഔലിയാക്കളെ വിളി, അമ്പിയാക്കളെ വിളി ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. ഇതൊന്നും ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ തെളിയിക്കാൻ കഴിയില്ല. ലോകത്ത് 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ വന്നു. 25ഓളം വരുന്ന പ്രവാചകന്മാരെ ഖുർആൻ പരിചയപ്പെടുത്തി. 5 പ്രവാചകന്മാരുടെ പദവികൾ ഉയർത്തി അവരുടെ പാഠങ്ങൾ പഠിപ്പിച്ചു. അവരാരും അല്ലല്ലാത്തവരെ വിളിച്ചില്ല. അവരുടെ സന്താനങ്ങളില്ലാത്ത ദുഃഖം ഒരു ദർഗയുടെ മുമ്പിലും അവർ വെച്ചില്ല, ഒരു ഔലിയായുടെ മുമ്പിൽ അവർ വിളിച്ചില്ല. ആരും മന്ത്രിച്ചൂതിക്കെട്ടി ചരട് കെട്ടിയില്ല. മറിച്ച് അവരുടെ സന്താനങ്ങളില്ലാത്ത ദുഃഖം അള്ളാനോട് പറഞ്ഞു. ഖുർആൻ 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം വായിക്കാം. 3-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വചനം വായിക്കാം. 37-ാം അധ്യായം 100-ാമത്തെ വചനം വായിക്കാം. 2 പ്രവാചകന്മാർ അവർ സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെട്ടു. അവർ ചോദിച്ചത് പ്രപഞ്ചത്തിന്റെ നാഥനോടാണ്. അവർ തേടിയത് ലോകത്തിന്റെ തമ്പുരാനോടാണ്. ഇതാണ് ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്നത്. രോഗം വന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു. ആ പ്രവാചകന്മാർ രോഗത്തിന്റെ നിവാരണം തേടി പ്രാർത്ഥിച്ചത് പ്രപഞ്ചനാഥനോടാണ്. അവനാണ് സർവശക്തൻ, അവനാണ് സർവശക്തൻ. തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പദീം പദീന പരമം പരസ്താദ് വിധാമദേവം ഭുവനേശ്വമേട്യം എന്ന് വേദം പറഞ്ഞത് അവിടെയാണ്. അന്തം തമഹ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തദോഭൂയ ഇവരേ യഹു സംഭൂത്യാം രഥഃ എന്ന് ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകം പറഞ്ഞ അതാണ്. ദൈവേതര ശക്തികളെ നിങ്ങൾ ആരാധിച്ചാൽ, വളരെ കൃത്യമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് പറയുന്നു, ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ ഗുരുവായൂരപ്പനെയോ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പോകുമെന്ന് ഈശാവാസ്യോപനിഷത്ത് പറയുന്നു. പിന്നെ ആരെ ആരാധിക്കേണ്ടത്? ലോകത്തിനൊരു സൃഷ്ടാവില്ലേ? ഇല്ലേ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നവൻ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി തന്നവൻ, പർവ്വതങ്ങളെ ആണികളാക്കി തന്നവൻ, ആ സാഗരങ്ങളെ സൃഷ്ടിച്ചവൻ, സാഗരങ്ങളിൽ മത്സ്യങ്ങളെ സംവിധാനിച്ചവൻ, അങ്ങനെ ഒരു സൃഷ്ടാവില്ലേ? അവനെയാണ് ആരാധിക്കേണ്ടത്. ഇത് മാധവട്ട, അത് വർഗീയതയല്ല, ഇത് വിഭാഗീയതയല്ല. എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. കുഞ്ഞിക്കണ്ണനും കുഞ്ഞിരാമനും സുരേന്ദ്രനും ഒക്കെ ആലോചിക്കാവുന്ന ഒരു വിഷയമാണ്. ഇസ്ലാം നിങ്ങളെ അറിയിക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്. ഇസ്ലാം എന്താണ്? നിങ്ങൾ നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രതിമയുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. നാട്ടിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ ചിന്തിക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രതിമയുണ്ടോ? ഉണ്ടോ ലോകത്ത്? അതിന്റെ പേരിൽ, ആ പ്രതിമയെ ആരെങ്കിലും നിന്ദിച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടോ? അതിന്റെ പേരിൽ മുഹമ്മദ് നബിയുടെ പ്രതിമ ഇന്ത്യയിൽ വെച്ചിട്ട് അത് തകർന്നതിന്റെ പേരിൽ ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ റയോട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതില്ലാതിരിക്കാൻ ഇസ്ലാം ബിംബാരാധന ഒരിക്കലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ദൈവത്തിന്റെ രൂപമുണ്ടാക്കി ആരാധിക്കരുത് എന്ന് വേദങ്ങളെല്ലാം പഠിപ്പിച്ചു. യജുർവേദത്തിന്റെ 32-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പറഞ്ഞത് നതസ്യ പ്രതിമാസ്തി, ആ ദൈവത്തിന് പ്രതിമയില്ല.
പ്രതിമയില്ലാത്ത സർവശക്തനായ ലോകത്തിന്റെ തമ്പുരാനോട്. നോക്ക്, ഇവിടെ ഇത് സംഘടിപ്പിച്ച ആളുകളുടെ ആഗ്രഹം എന്താ? ഒരിക്കലും മഴ പെയ്യരുത് എന്നാന്ന്. എല്ലാവർക്കും ഇരുന്ന് കേൾക്കാൻ കഴിയണേ, പടച്ചോനെ നല്ല മഴ പെയ്ത് ഞങ്ങളുടെ പരിപാടി കൊളാകണേന്ന് ഇതിന്റെ സംഘാടകർ പ്രാർത്ഥിക്കൂ? ഇല്ല. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പടച്ചോനെ മഴ പെയ്താൽ അതിപ്പോ അധികം പ്രസംഗിക്കില്ലല്ലോ എന്ന ചിന്ത നമുക്കാർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുന്നത്? നമ്മൾ എത്ര ബലഹീനരാണ്! ഈ മഴ കൺട്രോൾ ചെയ്യാൻ നമുക്കാർക്കും കഴിയില്ല. ഡാം സൈറ്റിൽ വെള്ളം കയറിയപ്പോ ഏതൊരു ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിനെയും മനസ്സ് പടയ്ക്കും. ആ മഴ 10 ദിവസം തുടർച്ചയായി കഴിഞ്ഞു എന്ന് കേരളത്തിന്റെ കഥ. 2 ഡാം സൈറ്റുകൾ പൊട്ടിയത് കഴിഞ്ഞ്, ഈ നാട് കഴിഞ്ഞ്. പക്ഷെ അതൊക്കെ നിയന്ത്രിക്കുന്നതാരാ? അതല്ല, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ ആ വെള്ളം ഇറക്കിയത്? അതല്ല, നാമാണോ? ദൈവമാണോ? ആ ദൈവമാണെന്ന് നമുക്ക് മറുപടി. ഒരാള് സാഗരത്തെ ചൂണ്ടിക്കാണിച്ച് ഇതാരാ സൃഷ്ടിച്ചെന്ന് വെച്ചാൽ അത് ശ്രീരാമനാന്ന് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ പറയൂ? യേശുക്രിസ്തു എന്ന് പറയൂ? പറയില്ല. പറഞ്ഞാലോ, അല്ല ജോർജ്, യേശുക്രിസ്തു 2000 കൊല്ലായിട്ടല്ലേ ഉള്ളൂ, അതിന് മുമ്പേ കടലുണ്ട് എന്നാണല്ലോ. ആ ഉണ്ടല്ലേ, എന്നാ പിന്നെ ഞാൻ വിട്ട്. എന്തിനാ വെറുതെ അതിന് മെനക്കെടുന്ന്? എന്തിനാ ജാതി പരാജയത്തിന് മെനക്കെടുന്ന്? കടലും കാട്ടാറും എല്ലാം ഉണ്ടാക്കിയ ഒരു സർവശക്തനില്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നതാ, അല്ലദീ ജഅല ലക്കുമുൽ ഫിറാശ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. 10 ഖുർആനിലെ 31-ാം അധ്യായം 10-11 വചനങ്ങൾ. നിങ്ങളുടെ അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയവൻ ഈശ്വരൻ അല്ലാഹു. ഉണ്ടോ? ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ പ്രപഞ്ചത്തിന്റെ നാഥൻ. ഉണ്ടോ? എത്ര കൃത്യമാണ്! മഴ ചൊരിഞ്ഞു തരുന്നവൻ പ്രപഞ്ചത്തിന്റെ നാഥൻ, അവനാ സിട്ടാവ്. അപ്പൊ മുഹമ്മദ് നബി അല്ല, യേശുക്രിസ്തുവല്ല, ശ്രീരാമനല്ല, യേശുക്രിസ്തുവല്ല, കന്യാമറിയമല്ല, ആരുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനാണ് സ്വച്ഛാധിപതിയും സർവാധിപതിയും, അവനാണ് ലോകത്തിന്റെ നാഥനും. അവനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാം ആ വിഷയത്തിൽ പറയും. ഒരിക്കൽ പോലും അല്ലാഹുവല്ലാത്ത ഒരു സൃഷ്ടിയിലേക്കും ആരാധനയുടെ ഒരു ഭാവവും കൊണ്ടുപോകാൻ പാടില്ല എന്ന്. ഇപ്പൊ നിങ്ങൾ നോക്കുക, മുസ്ലിം സമുദായവും ഹൈന്ദവ ക്രൈസ്തവ സമൂഹം എല്ലാം ആലോചിക്കാൻ, പ്രവാചക തിരുമേനിയുടെ കബറിടത്തിൽ ഒരു ഉറൂസില്ല, നേർച്ചയില്ല, ആനയെന്നുള്ളത്തില്ല, വെടിക്കെട്ടുകളില്ല, അമ്പാരിയില്ല, ആനയെന്നുള്ളത്തിൽ ഒന്നുമില്ല. എന്തല്ലാത്തത്? അത് ഇസ്ലാമല്ല. അത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, കൊണ്ടോട്ടി നേർച്ച നടത്തുന്നവർ മുസ്ലിങ്ങളല്ലേ? പേര് കൊണ്ടവർ മുസ്ലിങ്ങളാണ്, കർമ്മം കൊണ്ടവർ മുസ്ലിങ്ങളല്ല. ചിലപ്പോ താടി ഉണ്ടാവും, തൊപ്പി ഉണ്ടാവും, തലപ്പാവ് ഉണ്ടാവും, പള്ളിയിലെ ഇമാമായിരിക്കും, പക്ഷേ ഇസ്ലാം അല്ല. അതിന് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്, ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ള മരിച്ചിട്ട് 1 കൊല്ലം കഴിയുമ്പോ ആണ്ട് കഴിക്കും, നേർച്ച കഴിക്കും, പൂരം കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ ഉൾക്കൊള്ളാത്തൊരു ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട, അവർക്കറിയാത്ത ഒരു ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട. അല്ല, അവരൊക്കെ അറിവില്ലാത്തവരെ ഇത് ഞങ്ങൾ പഠിപ്പിക്കണം എന്നാണ് മൊയ്ലിയന്മാർ പറയുന്നെങ്കിൽ, ലാൽ സലാം മൊയ്ലിയന്മാരെ എന്ന് പറയാൻ തന്റെ ഇടം ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. കാരണം 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു 10 റബീഉൽ അവ്വൽ വന്നു. അന്നൊന്നും അവരാരും ഈ ആഘോഷമോ ചടങ്ങുകളോ നടത്തിയില്ല. ഇസ്ലാമല്ല. ഇന്ത്യയിൽ ജീവിച്ച മുസ്ലിമീങ്ങൾ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ജീവിച്ചപ്പോൾ അവരുടെ എല്ലാ ആഘോഷങ്ങളും ഇവിടുത്തെ സമസ്തക്കാരെ ഏറ്റെടുത്തു. അതാണ് അതിന്റെ പ്രശ്നം, വേറൊന്നുമില്ല. ഇവിടുത്തെ ഭാസ്കരനും സുരേന്ദ്രനും, ഇവിടെ നിങ്ങൾ ബസ് സ്റ്റോപ്പില് കണ്ടങ്ങൾ, സുരേന്ദ്ര നീ എവിടെ? ഞാൻ ഒരാൾ മരിച്ചിട്ടൊന്ന് കണ്ണൂക്കാണ്, ചാവടിയന്തരാണ് 3. അപ്പുറത്ത് മൊയ്ലിയാരൊക്കെ, നിങ്ങൾ എവിടെ? ഞാനൊന്ന് കണ്ണൂക്കായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടാളും ഒന്നില്ല. എന്റെ പേര് കുഞ്ഞമ്മദ് എന്നാണ്, മൂപ്പരവര് കുഞ്ഞിക്കണ്ണനാണ്. ആ വ്യത്യാസം. മൂപ്പര് കുഞ്ഞിക്കണ്ണനും ഞാൻ കുഞ്ഞമ്മദ്. ആ വ്യത്യാസമേ ഞങ്ങളുടെ ഇടയിൽ എന്തിനുള്ളൂ. ഓല അവിടെ ബിംബത്തെ വെച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ കിടത്തിയിട്ട വിഗ്രഹത്തെ ആരാധിക്കുന്നു. ഞങ്ങൾ ആ വ്യത്യാസമേ ഉള്ളൂ. എന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്, ഓന്റെ പേര് വേറെ ദാസൻ എന്നാണ്. അത്ര വ്യത്യാസമേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു അവലിംഗം ചെയ്യാ അല്ല. ഇസ്ലാം പടച്ചോൻ അവതരിപ്പിച്ച കൃത്യമായതാണ്. അതായിട്ട് കോംപ്രമൈസ് ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ കളഞ്ഞു കുളിച്ചൊരു ചടങ്ങ് അതിലില്ല, ഒരു കാര്യത്തിലുമില്ല. അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. അതിന്റെ ആദർശത്തിനൊരു കണിശതയുണ്ട്, അതിന്റെ വിശ്വാസത്തിനൊരു കണിശതയുണ്ട്. അത് ഓരോ സദസ്സിനൊത്ത് ഇങ്ങനെ എലാസ്റ്റിക് ആക്കി പിടിക്കുന്ന ഒരു സംഗതിയല്ല. ആരെയും അത് അടിച്ചേൽപ്പിക്കുന്നില്ല. അതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതതിന്റെ ഒരാൾ പറയണത് എന്റെ വിശ്വാസവും ചടങ്ങും തോന്നാണ്, ഞാൻ നിങ്ങളെ ആരെയും ഇന്റതാകാൻ നിർബന്ധിക്കൂല. നിങ്ങൾ ആരും എനിക്കെതിരെയും വരരുത്.
നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, അല്ലാഹുമ്മ ലാ തുജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേ. എങ്ങനെ? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നബി സമസ്തക്കാരനല്ല, AP സുന്നി അല്ല എന്നർത്ഥം, EK സുന്നി അല്ല എന്നർത്ഥം. കാരണം എന്താ? അതായിരുന്നെങ്കിൽ റസൂൽ എന്താ പറയേണ്ടത്? അല്ലാഹുവേ എന്റെ ഖബർസ്ഥാനിലിരിക്കണ ലോകത്ത് ഏറ്റവും കൂടുതൽ കതിനപിടി പൊട്ടുണ്ട്. കതിനപിടി സൗദിയിലേക്ക് കയറ്റൂലേ? അങ്ങനത്തെ കയറ്റായ പ്രശ്നമൊന്നുമില്ലല്ലോ, അവിടെ ഉണ്ടാക്കാൻ പറ്റായി ഒന്നുമില്ലല്ലോ അല്ലേ? അവിടെയല്ലേ പൊട്ടണ്ട്? അവിടെയല്ലേ പൊട്ടണ്ട്? ഇല്ല, അതില്ല. കാരണം റസൂലിന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു. ഇവിടെ ഉണ്ടാകരുത് അല്ലേ? ഉറൂസിൽ അത് ഉണ്ടാകരുത്. റസൂല് പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ലാ തുജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേ. അപ്പൊ നടക്കണം എന്നാണോ റസൂലിന്റെ ആഗ്രഹം? നടക്കരുത് എന്നാണോ? നടക്കരുതേ. അത് ഇസ്ലാം ആണെങ്കിൽ റസൂൽ എന്താ പറയാ? ലോകത്തിലെ ഏറ്റവും വലിയ ഉറൂസ് എന്റെ കബറും പുറത്ത് എന്റെ അനുയായികൾ നടത്തണേ അല്ലാന്നാ. അതല്ല പറഞ്ഞേ, അല്ലാഹുവേ ഇവിടെ നടക്കരുതേ. കാരണം പൂർവ്വ പ്രവാചകന്മാരുടെ കബറിടത്തിൽ വെച്ച് ക്രിസ്ത്യാനികളും ജൂതന്മാരെ ചെയ്തിട്ടുണ്ട്. അത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ, ഇസ്ലാമിൽ ഉണ്ടാകരുതേ അല്ലേ? അല്ലാഹുമ്മ ലാ തുജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബാകല്ലേ. അല്ല അങ്ങനെ പറയാൻ, അല്ല അങ്ങനെ പറയാൻ. ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. റസൂൽ അവസാനം പറഞ്ഞ കാര്യങ്ങളാണ്. ജൂതന്മാരെയും നസാറാക്കളെയും അല്ലാഹു ശപിച്ചു. എന്തുകൊണ്ട്? അവരുടെ അമ്പിയാക്കളുടെ ഖബർ കെട്ടിയുയർത്തിയതിന്റെ പേരിൽ. ആലോചിക്കണം. അമ്പിയാക്കളുടെ ഖബർ കെട്ടിയുയർത്തി, അവിടെ ആരാധന നടത്തി. അമ്പിയാക്കളുടെ ഖബർ കെട്ടിയുയർത്തിയ നന്മയാണ് ഈ ശപിച്ചു എന്ന് പറയോ? അമ്പിയാക്കളുടെ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ചില ദർഗയിൽ ആരുമില്ല, മനുഷ്യന്മാരുമില്ല, മൃഗങ്ങളില്ല, ഒന്നുമില്ല. വെറുതെ കെട്ടിയാൽ എന്താ തെളിവ്? ഇന്നൊരു പിക്കാസ് എന്നിട്ട് ഈ കുയിക്ക് കാണിക്കടാ ഔലിയാനെ ഞാൻ കാണിച്ചാലേ ജീവനോടെ എന്നൊരു മൊയ്ലിയാർ പറയട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ. കേരളത്തിലെ മിക്ക ദർഗകളും അടിച്ചാറ് പൊളിച്ചാൽ അതിൽ എലീന്റെ പിന്നെ അതിന്റെ എല്ല് പോലും കാണാൻ കഴിയില്ല. ഒരു പെരിച്ചായി ചത്തിട്ട് അതുപോലും കാണാൻ കഴിയില്ല. കള്ളത്തര, വെറും സിമെന്റ് കട്ട കെട്ടി ഉണ്ടാക്കിയ. അപ്പൊ അതൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നറിയോ? അതിലുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് കുറ്റിപ്പുറത്തുനിന്ന് മഞ്ചേരിന്റെ അടുത്ത് ഒരു ചോന്ന ദർഗ കണ്ടില്ലേ? ഒരു ചോന്ന ദർഗ റോഡ് സൈഡിൽ. അതിലൊന്നുമില്ല. ഇല്ലാന്ന് എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ തെളിയിക്കാൻ തയ്യാറ്. ആൺകുട്ടിയായിട്ട് ഉണ്ട്. നിങ്ങൾ പറഞ്ഞോ, കൊത്തി കുഴിച്ച് മാന്തി മണ്ണ് ഞാൻ ഇട്ട് തരാം. അതിലൊന്നുമില്ല. അത് തന്നെ അതിന്റെ തെളിവ്. ഞങ്ങൾ പറയും അല്ല, ഞങ്ങൾ ഔലിയ ജീവനോടെ ജീവിച്ചിരിപ്പുണ്ട്. അതിനെന്താ തെളിവ് പറയോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നിട്ടൊരു പ്രോഗ്രാം ഇല്ലേ ചാനലിൽ? കായ് ഉണ്ടാക്കുന്ന പ്രോഗ്രാം. ആരാനെ പറ്റിച്ച് മിണുങ്ങനെ പാന്റ് കുപ്പായിട്ട് ഇൻസൈഡ് ചെയ്ത് ഫോട്ടോഗ്രാഫർമാര് ആൾക്കാരില്ലേ, മനുഷ്യത്തല്ലാത്ത ആ ജാതി നടത്തുന്ന കുറെ പരിപാടിയാണല്ലോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ള പരിപാടി. ആ പരിപാടിയിൽ ഈ ദർഗനെ പറ്റി പറയുന്നതെന്തറിയോ? PWD റോഡ് വികസിപ്പിക്കാൻ വേണ്ടി ഏറ്റെടുത്തപ്പോ ഈ ദർഗയുടെ ഭാഗം വികസിപ്പിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ PWD ഏൽപ്പിച്ച പണിക്കാര് പിക്കാസ് കൊണ്ട് കൊത്തിയപ്പം മുഖത്തേക്ക് ചോരം കെട്ടി ചീറ്റി തെറിച്ചെന്ന. ഔലിയ കിടക്കണേ ഫ്രഷ് ആയിരുന്നു, മരിച്ചിട്ട് ചോര പോലും പറ്റിപ്പോയിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, മത്തി പൊരിച്ച മൈരിയായിരുന്നു ഈ ഔലിയന്റെ ബോഡി വെച്ച്? കാരണം പിക്കാസിന്റെ പിടിയുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര നീളല്ലേ ഉണ്ടാവുള്ളൂ. മയ്യത്ത് വെക്കൽ ഇങ്ങനെ മണ്ണിങ്ങനെ മാന്തിയിട്ട് മീൻ പൊരിക്കാൻ വെക്കണ മൈരിയ. ഈ ഔലിയനെ കള്ളത്തരാന്നുള്ളതിന്റെ ഇതിനേക്കാൾ വലിയ തെളിവെന്താണ്? നേരെ മറിച്ച് പിക്കാസ് ആറടി എത്തിയിട്ടോന്റെ പള്ളമ കൊണ്ടൊരു ചോര എറിച്ചെന്ന് പറഞ്ഞാൽ ചോറ് നിന്നവനെ വിശ്വസിക്കുക. പിന്നെ അതൊന്നും BS അച്യുതാനന്ദ പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കുന്നവർക്ക് അല്ലേ? ആളെ പറ്റിച്ച് കായുണ്ടാക്കി മയ്യത്ത് വിറ്റ് പിട്ടടിക്കുന്ന കൗമ് ഇപ്പൊ അമ്മുക്കുട്ടീന്റെ മുടിയും വിറ്റ് മർക്കസു സക്കാബത്ത് സുന്നിയൽ അവിടെ അടിച്ചു വാരുന്ന പെണ്ണിന്റെ അമ്മുക്കുട്ടീന്റെ മുടി കാന്തപുരം നബീന്റെ മുടിയായി വെക്കുകയും ചെയ്തു. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, AP പണ്ഡിതൻ, AP ഉസ്താദിന്റെ ജമിയത്തുലമയിലെ പണ്ഡിതൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ്, AP സുന്നികളിൽ പ്രഗത്ഭരായ പ്രാസംഗികർ പറയണത് അമ്മുക്കുട്ടീന്റെ മുടിയാണ്. ഉസ്താദ് ഏതായാലും ഞങ്ങളെ പറ്റിച്ച് ചതിച്ച് എന്നാ കൗമിന് മനസ്സിലാവൂ. ഇന്നാലും ഈ കൗമ രക്ഷപ്പെടും നിങ്ങളാരും വിചാരിക്കൊന്നും വേണ്ട. 5-8 കൊല്ലം കഴിഞ്ഞ ഇത് മാത്രമല്ല, ഇവരൊരു പുസ്തകത്ത് പറയുന്നുണ്ട് കാഷ്ടവും മൂത്രവും ഒക്കെ ബർക്കത്ത് തന്നെയാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും 1400 വർഷം ഫ്രഷായി സൂക്ഷിച്ചു വെച്ച റസൂലിന്റെ തിരുകാഷ്ടം അതും വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്യും, കുടിപ്പിക്കുകയും ചെയ്യും. എന്റെ പേരുകൾ മാറ്റി വിളിച്ചു ആക്കെ ചെയ്യൊക്കെ ഈ കൗമ്. അതും അതിൽ കൂടുതലും ചെയ്യും. മനസ്സിലായോ? ആളുകളെ പറ്റിച്ച് മതമാണ് എന്ന് പറഞ്ഞ് ഈ മതാവതരണം ഉണ്ടല്ലോ, ഇത് ശരിയല്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? അത് ഇസ്ലാമിന്റെ ചര്യയല്ല. എന്തും ആളുകളെ കൊണ്ട് കുടിപ്പിക്കുക അല്ലേ? എന്നിട്ട് അവര് തന്നെ പറയും. എന്നിട്ട് ആലോചിച്ച് നോക്കി, 40 കോടിന്റെ പള്ളി അമ്മുക്കുട്ടീന്റെ മുടി വെച്ച് ഉണ്ടാക്കാൻ പോണ്.
നിങ്ങൾ ആലോചിക്കണം, അള്ളാഹിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ് അമ്മുക്കുട്ടിന്റെ മുടി വെച്ചിട്ട് പാവപ്പെട്ടവർക്ക് നാളെ മഹ്ശറയിലെ ഓക്കാനിക്കും. കാരണം അവിടെ ഇതൊന്നും നടക്കുമല്ലോ. അള്ളാഹ് തന്നെ പറയും, ഇത് കാന്തപുരം, ബങ്ങളെ ചതിക്കരുത്, ഇത് അമ്മുക്കുട്ടിന്റെ മുടിയായിരുന്നു. അപ്പൊ അത് കുടിച്ചോൽക്ക് ഓക്കാനം വരും. മനസ്സിലായില്ലേ? ഇപ്പൊ ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ നേരം വെളുത്തില്ലോ, എല്ലാവർക്കും തമ്മിൽ തല്ലിയില്ലേ? ഒരേ കൂടാരത്തിലെ പണ്ഡിതന്മാർ ആരൊക്കെ? അലവിയല്ലേ, നൗഷാദ് ഹസനില്ലേ, ഇല്ലേ, മുഹമ്മദ് രാമന്തളിയില്ലേ, ആ കൂട്ടത്തിലെ ബൈലക് സോമാനിയെ പിടിപെട്ട ജിഷാമാഹിയില്ലേ, എല്ലാരും ഇല്ലേ? എല്ലാരും ഒറ്റക്കെട്ടല്ലേ? എന്താ പറയുന്നത്? ഉസ്താദ് ചതിച്ചതാണ്, അത് ബോംബെയിലെ ജാലിയന്മാർ. എനിക്ക് 18 മുടി കിട്ടിയെന്നാ ജിഷാമാഹി പറഞ്ഞു. ഉസ്താദിന് 2 കിട്ടി, ഞാൻ ഉസ്താദിനേക്കാൾ കേമനാണ്, എനിക്ക് 18 എണ്ണ കിട്ടിയത്. മനസ്സിലായില്ലേ? അങ്ങനെ പാവപ്പെട്ടവരെ ചതിച്ചും വഞ്ചിച്ചും എന്തൊക്കെ സമ്പാദിച്ചു ആളുകളുടെ. അതുകൊണ്ടാണ് യഥാർത്ഥ മതം എന്താ? ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് കാലി പോക്കറ്റ് പടച്ചോലേക്ക് കൈയാടുന്ന കിട്ടാ. ദർഗന്റെ മുമ്പ് പോയാലോ, ദർഗന്റെ മുമ്പിൽ ഒരു പൈസ അവിടെ ഇരിക്കുന്ന പൂജാരിക്ക് കൊടുക്കാതെ കൈ ഇങ്ങനെ നീട്ടിയ മൂപ്പര് മട്ടലെടുത്ത് ഒറ്റയടി ഇടും. അമുക്കേ അന്റെ കൈ ഇവിടെ വെച്ചിട്ട് കായില്ലാണ്ട് എന്ന് പറയും. ഏതെങ്കിലും ഒരു ദർഗ കായിടാത്തുണ്ടോ ലോകത്ത്? ഇനി ഞാനിങ്ങനെ പറയാ, AP സുന്നലൊക്കെ നടത്തുന്ന ഏതെങ്കിലും ഒരു ദർഗയിൽ ഇനി പൈസ ഇടണ്ടാന്നൊന്ന് തീരുമാനിക്കുക ആണത്തുണ്ടെങ്കിൽ ഇവിടെ പൈസ വേണ്ട, ഷെയ്ഖിനോട് കയറുന്ന പൊയ്ക്കോളിയും. എന്നാലേ രണ്ടാമത്തെ ആഴ്ച ആ ദർഗ അടക്കാണില്ല. AP ഉസ്താദ്മാർ ബുൾട്ടോസർ ഉണ്ടോന്ന് നേരത്തു. കാരണം ഓല് പറയുന്നവരോ, വരുമാനമില്ലാത്ത അമുക്കേ ഈ ഏതായാലും എന്താ എന്റെ പേരിൽ ഒരു കാര്യം കിട്ടില്ല, അവിടുന്ന് എന്നെയും കൊണ്ട് എടുക്കാൻ പറ്റിയ നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ. 1000 തവളക്കണ്ണിനോടുള്ള പൂതി, ഗാന്ധി തലേനോടുള്ള പൂതി. ഏതെങ്കിലും ഒരു ദർഗയിൽ പൈസ ഉണ്ടാന്ന് തീരുമാനിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ ആ ഔലിയാന്റെ കറാമത്തോണ്ട് വളപലതും നടക്കട്ടെ. ഇതിനാ ഔലിയാക്ക് കായി, നിങ്ങൾക്ക് മിണങ്ങാനല്ലാതെ. അതുകൊണ്ട് ജനങ്ങളെ ഈ പൗരോഹിത്യത്തെ തിരിച്ചറിയണം, ഈ പുരോഹിത വർഗത്തെ നിങ്ങൾ തിരിച്ചറിയണം, ഈ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുന്ന ഇവരെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയുള്ളൊരു തൗഫീഖ് ഈ സമൂഹത്തിന് നൽകട്ടെ എന്നാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തൊക്കെ എന്തൊരു കാര്യത്തിലും ഇസ്ലാമിന് അതിന്റെ കണിശതയുണ്ട്. ഇപ്പൊ തീവ്രവാദം ഞാൻ നേരത്തെ പറഞ്ഞു, ഭീകരവാദം, ഇതെല്ലാം നടക്കുമ്പോഴും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ധിമ്മികളായി, അതായത് ഇസ്ലാമിക ഭരണകൂടത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മുസ്ലിംകൾ ഏറ്റവും സുരക്ഷിതരായി ജീവിച്ചത് ഇസ്ലാമിക ഭരണകൂടം നിലനിന്ന കാലഘട്ടത്തിലാണ്. നിങ്ങൾ ലോകത്തിന്റെ ചരിത്രം സമഗ്രമായി പഠിച്ചു നോക്ക്. മദ്യമുക്തമായ ഒരു രാജ്യം ഭരിച്ച ഏക ഭരണാധികാരിയാരാ? പലിശരഹിത രാജ്യം ഭരിച്ച ഏക ഭരണാധികാരിയാരാ? വേശ്യാലയമില്ലാത്തൊരു രാജ്യം ഭരിച്ച ഏക ഭരണാധികാരിയാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്തത് എല്ലാവരും പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ സാധിച്ചു? മദ്യമുക്തമായ ഒരു രാജ്യത്തെ ഭരിക്കാൻ. സർക്കാരിന്റെ ഏറ്റവും രസകരമായ ഒരു തീരുമാനം, വികലാംഗർക്ക് മദ്യപിക്കാൻ പ്രത്യേക ക്യൂ. കേട്ടപ്പോ ചിരിക്കുക ചെയ്ത്, വികലാംഗർക്ക് പ്രത്യേക ക്യൂ, അല്ലെങ്കിൽ തന്നെ അവന് വികലാംഗതയാണ്. മദ്യവന് നല്ല എനർജി നൽകും. അതുകൊണ്ട് സർക്കാരിന്റെ വലിയ പുണ്യം എന്താ? വികലാംഗന് സ്പെഷ്യൽ ക്യൂ. ഔദാര്യത്തിന്റെ വലിയ പാഠം സർക്കാരിന്റെ സേവനങ്ങളിൽ തുന്നിച്ചേർക്കാൻ പറ്റിയ മഹാസംഭവം. എന്ത്? ബീവറേജ് കോർപ്പറേഷനിൽ കയ്യും കാലും ഇല്ലാത്ത വികലാംഗന് മദ്യം തന്നെ വികലാംഗമാണോ? അംഗമില്ലാത്ത വൃത്തികെട്ട പാനീയമാണത്. അത് കൊടുക്കുന്നിടത്ത് വികലാംഗന് ക്യൂ. എങ്ങനെയുണ്ട്? നമ്മുടെ ഒരു തലതിരിഞ്ഞ നാടും തീരുമാനങ്ങളും എന്നാടോടെ രാജ്യം നന്നാവും, എന്നാ നാട് നന്നാ. ആരേത് പാർട്ടി മാറി മാറി ഭരിച്ചാലും ഈ കാട്ടറായിക്ക് വല്ല കുറവുണ്ടോ ഈ ഭൂമിയിൽ? ഇന്ത്യയിലെ 3 ഇരട്ടി കുടിക്കുന്ന കുടിയന്മാരുടെ നാടേതാ? ദൈവത്തിന്റെ സ്വന്തം നാടല്ല, കുടിയന്മാരുടെ സൂപ്പർ നാട്. അതാ കേരളം. ദൈവത്തിന്റെ സ്വന്തം നാടല്ല, സാത്താന്റെ വിളനിലം. മനസ്സിലായോ? അതാ ഈ നാട്. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മാനവിക മൂല്യമുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ആരൊക്കെ മാറി മാറി ഭരിച്ചു നോക്കി. കള്ളിഷാപ്പിന്റെ എണ്ണം കൂടിയെന്നല്ലാതെ, കുടിയന്മാരുടെ എണ്ണം കൂടിയെന്നല്ലാതെ എന്തെങ്കിലും ഒരു മെച്ചുണ്ടായി നാട്ടിൽ? ധൈര്യമുണ്ടോ? നട്ടലുണ്ടോ? ആർക്കെങ്കിലും ഈ മദ്യം നിരോധിക്കാൻ? എങ്ങനെ നിരോധിക്കില്ലേ? ഇത് കൊടുത്തിട്ടല്ലേ പലരും പാർട്ടി വളർത്തി, പിന്നെ എങ്ങനെ ഉണ്ടാവൂ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തും മതത്തിനെതിരെയും രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തിനെതിരെയും ഒക്കെ ശബ്ദിക്കുമ്പോൾ നമ്മൾ ഗൗരവമായി ആലോചിക്കുക. എന്തിനാ ഇതൊക്കെ? രാഷ്ട്രീയം എന്തിനാ? മതം എന്തിനാ? ആചാര്യന്മാരെന്തിനാ? മനുഷ്യരെ നന്നാക്കാനാ. അത് നന്നാകുന്നില്ലെങ്കിൽ എന്താ അതുകൊണ്ട് കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്ന ഇവിടുത്തെ ഹൈന്ദവരുടെ മനസ്സിൽ ഓണം എന്ന് പറഞ്ഞാൽ ബീവറേജ് കോർപ്പറേഷൻ ആണോ വരുന്നത്? ഓണം സമം ബീവറേജ് കോർപ്പറേഷൻ, വിഷു സമം ബീവറേജ് കോർപ്പറേഷൻ, അതുപോലെ ക്രിസ്മസ് സമം ബീവറേജ് കോർപ്പറേഷൻ. എങ്കിൽ ഈ ആഘോഷത്തിന്റെ പ്രസക്തി എന്താണ്? പെരുന്നാളിനും എല്ലാം മദ്യമാണ് ആഘോഷമെങ്കിൽ അതിന് പിന്നെ എന്തിനൊരു മതാഘോഷം? മതത്തിന്റെ ബന്ധം എന്താ അതിന്? മതം എന്തിനാ? കള്ളുകുടിയന്മാരുണ്ടാക്കാനാ? ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ഏത് ദിവസം? ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും പെരുന്നാളിനും ആണോ? ആണെങ്കിൽ അതൊരു പുണ്യമാണോ? ആണോ? സ്വന്തം കുടുംബത്തെ വയ്യാധാരമാക്കുന്ന കുടിയന്മാരുടെ വളർച്ച ലോകത്തെ ഞെട്ടിപ്പിക്കുന്നില്ലേ? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ദേഷ്യം പിടിക്കും, കിളിപ്പെടും. പക്ഷെ വസ്തുത അതല്ലേ.
ഈ നാട് നന്നാകണ്ടേ? ഒരു പറ്റേ ഈ ഇന്ത്യ എങ്ങാനും ഇനി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് ഇത് കോളനിവൽക്കരണത്തിനും ഇതേ ഉണ്ടാകുന്ന സ്ഥിതി എന്നറിയോ? പിന്നെ ലോകം അവസാനിക്കുന്നവരെ ഇന്ത്യ സ്വതന്ത്രരാവില്ല. കാരണം ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടാൻ അന്തസ്സായി നേരെന്ന് 4 അക്ഷരം ഇംഗ്ലീഷിൽ കാച്ചാൻ നാവ് നേരെന്നിട്ടല്ലേ? നാവ് നേരക്കണ്ടേ? കാട്ടായി അല്ലേ ഫുൾ ടൈം ഫിറ്റ് അല്ലേ? 400-500 ആളൊക്കെയാണ് ഒരു കള്ളുഷാപ്പിനും വിളിക്കൂ. എന്നിട്ട് പോലീസ് നേരക്ക് ഓൻ കുടിച്ചു പൂസായതിനെ ക്ഷണക്ക്, ഓൻ കുടിച്ചു പൂസായതിനെ ക്ഷണക്ക് അല്ലെ? എന്നിട്ട് അതിന് സർക്കാർ ശമ്പളം കൊടുക്കല്ലേ നമ്മുടെ നാട്ടിൽ? കാക്കി ധരിച്ചു കൊടുക്കുക. ലോകത്തൊരു അധർമ്മത്തിന് പോലീസുകാരെ നിർത്തി. ഞാൻ ഓലെ കുറ്റപ്പെടുത്തുന്നില്ല, ഓലെ ഗതികേട്. ധർമ്മത്തിന്റെ സ്ഥാപനമാണല്ലോ പോലീസ് സ്റ്റേഷന്റെയും പോലീസിന്റെയും ഉദ്ദേശം ആണോ മദ്യപാനം ധർമ്മ? ആ അധർമ്മം ചെയ്യുന്നവനെ കൺട്രോൾ ചെയ്ത് നിർത്തി എന്നിട്ട് അതിന് ശമ്പളം കൊടുക്കുന്ന നാട്, തലതിരിഞ്ഞ നമ്മുടെ നാട്. അത് മാറാനേ ആൺകുട്ടികൾ ഉണ്ടാവണം, അത് തിരുത്താൻ തന്റെ ഇടമുള്ളവരുണ്ടാകണം. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കൂട്ടായ ശബ്ദമായി വരണം അല്ലേ? കൊച്ചു കൊച്ചരുവികൾ ഒന്നിച്ചൊഴുകി സാഗരങ്ങളിൽ പതിക്കുന്ന പോലെ വൻ ജനപ്രവാഹമായി ധാർമ്മിക രോക്ഷങ്ങളുടെ പുതിയ ലോകം ഉണ്ടാവണം. ഈ തിന്മകൾക്കെതിരെ ആര് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇവിടെ തിന്മയുണ്ട്. ആര് തിന്മയിൽ? കള്ളുകുടി ബഷീറിൻ്റെതായാലും കള്ളുകുടി മാധവന്റേതായാലും കള്ളുകുടി വേറെ ആരുതായാലും അത് കള്ളുകുടിയൻ, അതില്ലാതാകണം. ഒരാളും ഒരമ്മയും അതിന്റെ പേരിൽ കണ്ണീര് കുടിക്കരുത്. തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാക്കിയ എന്താ? ഇതേപോലെ തന്നെയല്ലേ? എത്ര അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു അവരുടെ ദീനരോധനങ്ങൾ, എത്ര മാതാപിതാക്കൾക്ക് മക്കൾ പോയി, എത്ര അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു, എത്ര പിഞ്ചു പൈതങ്ങൾ വിധവകൾ തന്നെ അനാഥരായി, എത്ര സ്ത്രീകൾ വിധവകളായി ഈ നാട്ടിൽ. വേറെ എന്ത് നേട്ടം അതുകൊണ്ടൊക്കെ ഉണ്ടായത്? തീവ്രവാദം കൊണ്ടും ഭീകരവാദം കൊണ്ടും ബോംബ് പൊട്ടിയത് കൊണ്ടും എന്തുണ്ടായത് അല്ലേ? എനിക്ക് മനസ്സിലാകാത്ത തീവ്രവാദത്തിനൊക്കെ ഒരു നിർവചനം വേണ്ടേ? രാഷ്ട്രീയക്കാരൻ 300 ആളെ ബോംബിട്ട് കൊന്നാൽ അതിന് ഭീകരവാദം എന്ന് അറിയലുണ്ട് ആരെങ്കിലും? തീവ്രവാദം എന്ന് അറിയലുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു താടിയും വെച്ച് ഓന്റെ കയ്യിൽ ഒരു പനോൽ പടക്കം യാദൃശികമായി പെട്ടുപോയാൽ അന്താരാഷ്ട്ര കൊടും ഭീകരൻ കണ്ണൂരിൽ അറസ്റ്റിൽ. അതിന്റെ തലേന്ന് കണ്ണൂരത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടി 45 ആൾ മരിച്ചാലോ? വാർത്തയൊന്നുമില്ല. കാരണം ഈ രാഷ്ട്രീയക്കാർ ചെയ്താണ്. മറ്റേത് ഒരു ലേശം താടിയുള്ളവന്റെ കയ്യിൽ ആരോ ഒരു പനോൽ പടക്കം കൊടുത്താൽ അതിങ്ങനെ കൊടും ഭീകരൻ ഇന്ത്യൻ മുജാഹിദിനുമായി ബന്ധമുണ്ടെന്ന് ഇന്നാള് പറയുന്നു. കഴിഞ്ഞ് ആ പണിയട തീർന്നു. പിന്നെ അന്വേഷണമില്ല, വേറൊന്നുമില്ല. കിട്ടിയല്ലോ മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് വന്നു കഴിഞ്ഞ്. അങ്ങനെ എന്താ നമ്മൾ പറയാ? പ്രതിഷേധിക്കാൻ ആളില്ലാത്ത അല്ലേ, കോലത്തിലും രൂപത്തിലും ഒരുപാട് പുരുഷന്മാരുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ഒരു നാട്ടില് എല്ലാം നശിച്ചു പോയ ഒരു തലമുറ. ഏറ്റവും പ്രതികരണ ശേഷി കുറഞ്ഞവരാരാ? നമ്മുടെ നാട്ടുകാരല്ലേ? എന്ത് തിന്മ കണ്ടാലും പ്രതികരിക്കാൻ ചോദിക്കാൻ ഞാനും എന്റെ തട്ടാനും കുട്ടികളെന്നല്ലാതെ എന്ത് പോളിസിയുള്ളത്? അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന കുറെ മുദ്രാവാക്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എന്താ ഇവിടെ ഉള്ളത്? ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. ഓരോ മതസംഘടനകളും രാഷ്ട്രീയക്കാരും ചിന്തിച്ചു നോക്ക്. ഓരോ വിഭാഗത്തിലെ ആളുകളെയും ചൂഷണം ചെയ്തു ഈ മതാധ്യക്ഷന്മാരും നേതാക്കന്മാരും എന്നല്ലാതെ എന്തിവിടെ ഉണ്ടായി? സമൂലമായ സമൂഹത്തിനൊരു പരിവർത്തനം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായോ? നാടും നഗരവും മാറിയോ? അങ്ങനെ മാറുന്നൊരു ജനതയുണ്ടാകണം, സമൂഹത്തിന് ജനതയുണ്ടാകണം. അതിന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും കാതലായ കാര്യം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണ്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരോട് ഗൗരവമായ ചർച്ചയാണ് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം. ഇസ്ലാം നോക്ക്, നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ ഈ ഭൂമിയിൽ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു. നാളെ നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയും. അത് എങ്ങോട്ടാണ് ആ യാത്ര? ആ യാത്ര മരണത്തിന് ശേഷമുള്ള ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവ ബോധസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകമാണ്. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നീ സ്വർഗത്ത് പോകുന്നാണ്, അല്ലാതെ ചണ്ടാലനായി ജനിക്കുന്നല്ല. രമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അബദ്യോരൻ ബ്രാഹ്മണയോനി വസുകരയോനി എന്ന് പറയാനല്ല, മറിച്ച് ഏത് മനുഷ്യനും അള്ളാഹുവിന്റെ അടിമകളാണ്. ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ്, ഹവ്വാ ബീവിയുടെ മക്കളാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്, പരസ്പരം സഹോദരങ്ങളാണ്. ജീവിതത്തിന്റെ ഇടനായികകളിൽ, ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഇടനായികകളിൽ എവിടെയോ നമ്മളെ പൗരോഹിത്യം നമ്മളെ വേർപ്പെടുത്തി എന്നതാണ് നമുക്കിടയിലുള്ള കാരണം. ഒന്നിക്കാനുള്ള ഒരേ ഒരു വഴി ഏകദൈവത്വം സ്വീകരിക്കുകയും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയും മനുഷ്യന്റെ ജീവിതത്തെ തിരിച്ചറിയുകയും ഞാൻ പുകവലിക്കില്ല, ഞാൻ മദ്യപിക്കില്ല, ഞാൻ അനാശ്വാസ പ്രവണതകളിൽ ഏർപ്പെടുകയില്ല, നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം നയിക്കും, എനിക്കും എന്റെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരമുള്ളൊരു പൗരനായി ഞാൻ മാറും എന്ന തിരിച്ചറിവാണ്
യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ, വളരെ ചുരുക്കി ബ്രീഫായി പറഞ്ഞാൽ, ലോകത്തിന് ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും എല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ ഒറ്റ സൃഷ്ടാവ്. സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചത് അവനാണ്. അവനാണ് ഇതിനെ എല്ലാം സംവിധാനിച്ചത്. അവനാണ് റബ്ബുൽ ആലമീൻ. ലോകത്തിന്റെ സൃഷ്ടാവ് അവനാണ്. അവനെയാണ് ആരാധിക്കേണ്ടത്. അവനോടാണ് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അവനോടാണ് രോഗം വന്നാൽ പ്രാർത്ഥിക്കേണ്ടത്. അവനോടാണ് പ്രതിസന്ധി വന്നാൽ പ്രാർത്ഥിക്കേണ്ടത്. അവന്റെ സൃഷ്ടികളിൽ മാലാകമാരോടോ ജിന്നുകളോടോ ഒരാളോടും ഒരു ശക്തിയോടും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം ലോകത്തെ ശക്തമായി പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരെ, നിങ്ങൾ ഏത് മതവിശ്വാസികളാകുമ്പോഴും നിങ്ങൾ ഒന്നോർക്കണം, നിങ്ങൾ എന്നിലേക്കാണ് വരിക, മടങ്ങുക. മതത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലരുത്, കഴുത്തറക്കരുത്. ആശയ സംവാദം നല്ലതാണ്, ശ്രേയസംവാദം നല്ലതാണ്, പരസ്പരമുള്ള മതത്തിലെ തെറ്റിദ്ധാരണകൾ തിരുത്തൽ നല്ലതാണ്. പക്ഷേ എന്റെ മതം മാത്രമേ ഇവിടെ നിലനിൽക്കാവൂ, ബാക്കിയൊന്നും ഇവിടെ നിലനിൽക്കരുത് എന്ന ചിന്താപകടമാണ്. അത് ലോകത്തുണ്ടാകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സമഗ്രമായി ഇൻഷാ അല്ലാഹ് മഴയുടെ കാലം കഴിഞ്ഞ് ഡിസംബറിൽ വരുമ്പോൾ ഈ നാട്ടിൽ നമുക്ക് നല്ലൊരു പ്രഭാഷണം ഇൻഷാ അല്ലാഹ് അന്ന് ചെയ്യാം. എനിക്ക് വളരെ ദൂരെ പോകാനുള്ളത് കൊണ്ട് തന്നെ ട്രെയിനിന്റെ സമയത്തോടടുത്തതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കാര്യങ്ങളെ പക്വതയോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാവരും സന്നദ്ധരാകണം, കൂടുതൽ പഠിക്കാൻ തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് സാഗൂതം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സത്യത്തിന്റെ സൽപ്രാന്താവിലൂടെ സഞ്ചരിക്കണമേ, അതിന് ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.